ഈ എബ്രഹാം ഉടമ്പടി എന്ന് വെച്ചാൽ എന്താണ്? അത് മാത്രമല്ല, അതിപ്പോ ഒരു വലിയ ചർച്ചയാകുന്നത് ഇതിൽ പാകിസ്ഥാൻ ഒരു വലിയ കുരുക്കിലേക്ക് വീണതായിട്ട് കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ എബ്രഹാം ഉടമ്പടി? സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഉടമ്പടി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് സൃഷ്ടിച്ച ആളുടെ പേര് ചേർത്തൊക്കെ എഴുതപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ആ സ്ഥല നാമം ചേർത്ത് അതറിയപ്പെടാറുണ്ട്. പക്ഷെ ഇവിടെ എബ്രഹാം ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബൈബിളിലൊക്കെ എബ്രഹാമിന്റെ സന്തതികൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഇവിടെ ജൂതന്മാര്, മുസ്ലിംസ്, ക്രിസ്ത്യാനികൾ, അവരുടെ ആ ഗോത്രത്തിന്റെ പൊതുവായ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് എബ്രഹാം. ആ ഗോത്രം പിരിഞ്ഞാണ് ഈ 3 വിഭാഗങ്ങളായി മാറിയെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഈ 3 പേരെയും പൊതുവായി ബാധിക്കുന്ന ഒരു ഉടമ്പടി എന്ന നിലയിലാണ് 2020 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുൻകൈ എടുത്ത് നടപ്പിലാക്കപ്പെട്ട അല്ലെങ്കിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ്. അതിന് ഈ എബ്രഹാം ഉടമ്പടിയാണ് പേര് വന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇസ്രയേൽ ഉണ്ടല്ലോ, ഇസ്രയേൽ ആ രാജ്യം എങ്ങനെയാണ് രൂപീകൃതമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ജൂതന്മാർക്ക് അധിവസിക്കാൻ ഒരു ഇടം എന്ന രീതിയിൽ കണ്ടെത്തപ്പെട്ട സ്ഥലമാണ്, അവരുടെ വാഗ്ദത്ത ഭൂമി എന്നറിയപ്പെടുന്നതാണ് ഇസ്രയേൽ. തൊട്ടിപ്പുറത്ത് പലസ്തീൻ. പണ്ട് ഇതെല്ലാം ഈ അറബ് വംശജർക്ക് കുടിയേറി അല്ലെങ്കിൽ അവർ കൈയടക്കി വെച്ചിരുന്ന മേഖലയാണ്. അപ്പൊ അവിടെയാണ് ഇസ്രയേലി ജൂതന്മാർ ഒരു ഇടം കണ്ടെത്തിയത്. അപ്പൊ ഇത് ഈ എന്താ പറയുക, ഈ നമ്മുടെ ഇപ്പോഴത്തെ പലസ്തീനിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് ഇത് അംഗീകരിക്കുന്നില്ല. അവർക്ക് പിന്തുണച്ചുകൊണ്ട് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ആ നിലപാടെടുത്തു. കാര്യം ഇവർക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അനുവദിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. അപ്പൊ അന്നു മുതൽ ഈ പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷവും തുടങ്ങുകയാണ്. അപ്പൊ ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം ഉണ്ടാകാതെ, ഈ ജെറുസലേം എന്ന് പറയുന്ന തലസ്ഥാനം ഉണ്ടാകാതെ ഇസ്രയേലിനെ അംഗീകരിക്കില്ല. അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ, ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു രാജ്യമായിട്ട് യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളോ ഇടപാടുകളോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പക്ഷെ അന്നത്തെ കാലമല്ല ഇന്ന്. ഇന്ന് ഇസ്രായേല് ലോകക്രമത്തിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രമായി മാറിയിട്ടുണ്ട്. അപ്പൊ ആ രാഷ്ട്രത്തെ തള്ളി നിർത്തിക്കൊണ്ട് മറ്റാർക്കും മറികടന്ന് പോകാൻ പറ്റാത്തൊരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് മുൻകൈ എടുത്ത് ഇവരുമായിട്ടൊരു സന്ധി ഉണ്ടാക്കുക. അതായത് ഇസ്രായേലിനെ അംഗീകരിക്കാത്ത അറബ് രാഷ്ട്രങ്ങളെ അവരുമായി കൂട്ടിയിണക്കാൻ ഉണ്ടാക്കിയ ഒരു സന്ധിയാണ് വാസ്തവത്തിൽ ഈ എബ്രഹാം അക്കോർഡ് എന്നറിയപ്പെടുന്ന എബ്രഹാം ഉടമ്പടി. അപ്പൊ ഇത് പ്രകാരം നമുക്ക് ഈ ട്രംപിന് ഇങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാകാനായിട്ട് ഒരു സാഹചര്യം വന്നത് അമേരിക്കയുമായിട്ട് പല അറബ് രാഷ്ട്രങ്ങളും വലിയ സഖ്യത്തിലും സൗഹൃദത്തിലുമാണ്. അവർക്ക് ഇസ്രായേലിനോട് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട് ആണ് ആര്? ഇസ്രായേൽ. ക്ഷമിക്കണം, അമേരിക്കയുടെ ഒരു മുഖ്യ പങ്കാളിയാണ് ഇസ്രായേൽ. അപ്പൊ എന്നെ നിങ്ങൾ സുഹൃത്തായിട്ട് അംഗീകരിക്കുന്നത് എന്റെ സുഹൃത്തായി ഇയാളെയും കൂടി അംഗീകരിച്ചേ മറ്റു, അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ഒരു സമ്മർദ്ദത്തിന് ഇവർ കീഴ്പ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാര്യം അമേരിക്കയുടെ പലയിടങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, അവരുടെ സംരക്ഷണമൊക്കെ അമേരിക്കന് ഗ്യാരണ്ടി കൊടുക്കണം. അപ്പോൾ ഇസ്രായേൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഭീഷണി ആകില്ല എന്ന ഉറപ്പ് അമേരിക്ക കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പിന്നെ പഴയ ഇസ്രായേൽ അല്ല ഇപ്പോഴത്തെ ഇസ്രായേൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം 2020 ഈ കരാർ ഒപ്പിട്ടത് ഈജിപ്തും ജോർദാനും മാത്രമാണ്. പിന്നീട് മൊറോക്കോ, സുഡാൻ, കസാക്കിസ്ഥാൻ, UAE, ബഹ്റൈൻ ഈ രാജ്യങ്ങൾ ഒപ്പിട്ടു. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാന സംഗതി ഇറാൻ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഇസ്രയേലും അമേരിക്കയും കരുതുന്ന ഇറാൻ ഇതിലൊന്നും കക്ഷിയല്ല. അപ്പൊ ഇറാനെതിരെ ഇറാന്റെ തന്നെ സൗഹൃദ രാഷ്ട്രങ്ങൾ, മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളെ ഇസ്രയേലിന്റെ പക്ഷത്താക്കുക എന്നുള്ളത് കൂടി ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ആ ഒരു ഉടമ്പടി ഇപ്പൊ ചർച്ചയിൽ വരികയാണ്. കാര്യം ഇപ്പൊ ഇറാനുമായിട്ട് വലിയൊരു യുദ്ധം നടക്കുന്നു, വലിയ സമാധാന ചർച്ചകൾ നടക്കുന്നു. അപ്പോ ഇപ്പൊ ട്രംപ് പറയുകയാണ് ചില രാജ്യങ്ങൾ ഉടനെ തന്നെ ഇസ്രയേലുമായിട്ട് സഖ്യത്തിലാകണം. ആ രാജ്യങ്ങളുടെ ലിസ്റ്റ് സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ്, ജോർദാൻ, ഇത്രയും രാജ്യങ്ങൾ ഉടനെ തന്നെ ഇസ്രയേലുമായിട്ട് സഖ്യത്തിൽ ഉണ്ടാകണം. അതിൽ എത്രയും പെട്ടെന്ന് സൗദിയും ഖത്തറും, പറ്റുമെങ്കിൽ ഇറാനും ഈ പറയുന്ന എബ്രഹാം അക്കോർഡിന്റെ ഭാഗമാകണം. അപ്പോൾ ഇറാനുമായിട്ട് ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ മധ്യസ്ഥ ചർച്ചയുടെ ഫലമായിട്ട്
ഒരു ഒത്തുതീർപ്പിന്റെ ഫലമായിട്ട് ഈ എബ്രഹാം അക്കോർഡിൽ ഇറാൻ പോലും ഒപ്പിടേണ്ടി വരും എന്നുള്ളതാണ്. അതിൽ പറയുന്ന ഒരു പേര് പാകിസ്ഥാനാണ്. ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പൊ പെട്ടു നിൽക്കുകയാണ്. കാര്യം ഇനി ഈ കാര്യത്തിലേക്ക് വരാം. ഇറാന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാഷ്ട്രമെന്ന് പാകിസ്ഥാൻ കരുതുന്നുണ്ട്. കാര്യം ഇസ്രയേലുമായിട്ട് ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇറാൻ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ആണവ ആയുധങ്ങളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ നിങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കും, എനിക്ക് വേണ്ടി രമണൻ ഗോദയിലേക്ക് ഇറങ്ങും. മനസ്സിലായോ? അപ്പൊ അത്രക്ക് വലിയ അടുത്ത സൗഹൃദമാണ് പാകിസ്ഥാനും ഇറാനുമായിട്ട് വെച്ചു പുലർത്തുന്നത്. അമേരിക്കയുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ചയിൽ പോലും പാകിസ്ഥാൻ വരുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇപ്പോ അമേരിക്കയുമായിട്ട് പാകിസ്ഥാനുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാലോ. മറ്റേ അസീം മുനീർ മറ്റേ ട്രംപിന്റെ അടുക്കളയിലാണ് കിടപ്പ്. അപ്പൊ അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇപ്പോ അമേരിക്കയുടെ ഈ ഒരു സമ്മർദ്ദത്തെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. പാകിസ്ഥാൻ ഒപ്പിടേണ്ടി വരും. അപ്പൊ ഇവിടെ അസീം മുനീറും അവരുടെ വിദേശകാര്യ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ഒക്കെ വിശദീകരിക്കുന്നത് ഞങ്ങളുടെ മേൽ അത്തരത്തിലൊരു സമ്മർദ്ദം വാസ്തവത്തിൽ ഇല്ല. ഇസ്രായേലിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം നിലവിൽ വരാതെ, അവിടെ ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വരാതെ ഒരു കാരണവശാലും ഞങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഖ്യമോ സൗഹൃദമോ വ്യാപാര നയതന്ത്ര ബന്ധങ്ങളോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അത് പാകിസ്ഥാൻ പറയുന്നത് അച്ചട്ടാണ്. കാര്യം പാകിസ്ഥാൻ പുറത്തിറക്കുന്ന നമ്മുടെ പാസ്പോർട്ട് ഉണ്ടല്ലോ, ആ പാസ്പോർട്ടില് ഏത് രാജ്യത്തും ഇത് പാകിസ്ഥാന്റെ പാസ്പോർട്ടായിട്ട് അംഗീകരിക്കപ്പെടും എക്സെപ്റ്റ് ഇസ്രായേൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പാസ്പോർട്ട് ഇസ്രായേലിന് പറ്റില്ല, ഇസ്രായേലിൽ ഇത് അംഗീകരിക്കണ്ട എന്ന് അവരുടെ പാസ്പോർട്ടിൽ തന്നെ എഴുതി വരെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവില് പാകിസ്ഥാൻ ഈ പറയുന്ന രീതിയിൽ ഈ ഉടമ്പടിയിൽ ഒപ്പിട്ട് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്രായേലുമായിട്ട് അവർ നയതന്ത്ര ബന്ധം ആരംഭിക്കാൻ പോകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഈ പാസ്പോർട്ടുകൾ സഹിതം പഴയതൊക്കെ പിൻവലിച്ച് പുതിയ പാസ്പോർട്ട് സഹിതം കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് പോകാൻ ഇവിടെ ഉണ്ടോ? പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ നയവും നിലപാടും എന്നുള്ളതെന്നല്ല, അവസരവാദപരമായ നിലപാട് എടുക്കുന്ന രാഷ്ട്രമാണ്. അവർക്ക് 10 പൈസ ലാഭം എവിടെയുണ്ടോ അത് നോക്കുക എന്നുള്ളതേ അവർ ചെയ്യാൻ സാധ്യതയുള്ളൂ. അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് അതിയായ സമ്മർദ്ദം ചെലുത്തിയാൽ ഒപ്പുവെക്കുകയോ ഒപ്പുവെക്കാതിരിക്കുകയോ ചെയ്യുക. അതിൽ ഒരു കടുംപിടുത്തം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും നമ്മൾ ഈ ഘട്ടത്തിൽ അതായത് സൗദിയും ഖത്തറും വേണ്ടി വന്നാൽ ഇറാനും കൂടി ഒപ്പിടണം എന്നുള്ളതാണ്. പക്ഷെ ഇത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന സൗദി അറേബ്യയും ഖത്തറും തുർക്കിയും ഒക്കെ, തുർക്കി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ബദ്ധശത്രുവാണ്. അപ്പൊ ഇതില് ഇസ്രായേലുമായിട്ട് കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്ന പല രാജ്യങ്ങളുമുണ്ട്. അപ്പൊ അതെല്ലാം ഉടനെ തന്നെ ഇവരുമായിട്ടൊരു ധാരണയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അപ്പൊ അമേരിക്ക ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ അമേരിക്കയുടെ സൈനിക കാവൽ എന്ന് ആ ഒരു വിലപേശൽ ശക്തി ഉപയോഗിച്ച് ഇസ്രായേലിനെ വെച്ചുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റില് അമേരിക്കയുടെ കച്ചവട താല്പര്യങ്ങൾ, അമേരിക്കയുടെ സൈനിക താല്പര്യങ്ങൾ, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സുഗമമായ വ്യാപാരങ്ങൾ ഇതെല്ലാം സാധ്യമാക്കി എടുക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നു. ഏതായാലും ഇങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഇപ്പൊ പെട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും മേല, മതിരിച്ചിട്ട് തുപ്പാനും മേലാത്ത അവസ്ഥയിലാണ്. അമേരിക്കയോട്ട് പിണക്കാനും പറ്റില്ല, ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടെടുക്കുകയും വേണം. അപ്പൊ ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ വന്ന് ഓരോന്ന് പെട്ടു നിൽക്കുന്നു.